ഈ വീഡിയോയിൽ നമുക്ക് അടിസ്ഥാന വിശകലനം അഥവാ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നാൽ എന്താണെന്നും അവ ഉപയോഗിച്ച് മികച്ച സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചുള്ള ഈ ടോപ്പിക് പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3 എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇനി അടിസ്ഥാന വിശകലനം അഥവാ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഒരു അസറ്റിൻ്റെ അഥവാ ഓഹരിയുടെ ആന്തരിക മൂല്യം അഥവാ യഥാർത്ഥ മൂല്യം വിലയിരുത്തുന്നതിനും ഭാവിയിൽ അതിൻ്റെ വിലയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിനുമുള്ള ഒരു രീതിയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും നിർദ്ദിഷ്ട വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ശക്തി അറിയുന്നതിനും സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം കണക്കാക്കി നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കിൻ്റെ ന്യായമായ വിപണി മൂല്യം അഥവാ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയാണ്. ഈ രീതിയിലുള്ള വിശകലനം ബാഹ്യ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഇൻഡസ്ട്രി ട്രെൻഡുകളും ഉൾപ്പെടുന്നു. ഇതിനായി പലതരം വെബ്സൈറ്റുകളെ ആശ്രയിക്കുന്നു. ഫണ്ടമെൻ്റൽ അനാലിസിസിന് വളരെ പ്രയോജനപ്രദമായ ചില വെബ്സൈറ്റുകളെ അടിസ്ഥാന വിശകലനങ്ങളെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ പാർട്ട് 2-വിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഫണ്ടമെൻ്റൽ അനാലിസിസിനെ 2 തരത്തിൽ വേർതിരിച്ചിരിക്കുന്നു. 1 ടോപ്പ് ഡൗൺ അനാലിസിസ്, 2 ബോട്ടം അപ്പ് അനാലിസിസ്. ഇതിൽ ടോപ്പ് ഡൗൺ അനാലിസിസിൽ സമ്പദ് വ്യവസ്ഥയുടെ വിശാലമായ വിശകലനത്തിൽ തുടങ്ങി ഒരു മേഖലയിലേക്കും വ്യവസായത്തിലേക്കും ഒടുവിൽ ഒരു കമ്പനിയിലേക്കും ചുരുങ്ങുന്നു. എന്നാൽ ബോട്ടം അപ്പ് അനാലിസിസിൽ ഒരു നിർദ്ദിഷ്ട സ്റ്റോക്കിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അതിൻ്റെ വിലയെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. ഒട്ടുമിക്ക ഫണ്ടമെൻ്റൽ അനാലിസിസുകളും ഷെയർ വിലകൾ വിലയിരുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ബോണ്ടുകളും ഫോറക്സും പോലെയുള്ള അസറ്റ് ക്ലാസുകളിലും ഉപയോഗിക്കാനാകും. ഫണ്ടമെൻ്റൽ അനാലിസിസിനുള്ള ടൂളുകളിൽ പ്രധാനമായും കമ്പനികളുടെ വരുമാന റിപ്പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ കമ്പനികളും അവയുടെ വരുമാനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് വർഷത്തിൽ 4 തവണയായാണ്. അതിങ്ങനെയാണ്: ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള റിപ്പോർട്ടുകളെ Q1 എന്നും, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ളവയെ Q2 എന്നും, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള പ്രവർത്തനത്തെ Q3 എന്നും, ജനുവരി മുതൽ മാർച്ച് വരെയുള്ളവയെ Q4 എന്നും വിഭജിച്ചിരിക്കുന്നു. ഇങ്ങനെ 3 മാസം കൂടുമ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളെയാണ് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറയപ്പെടുന്നത്. ഈ റിപ്പോർട്ടുകൾ എല്ലാ കമ്പനികളുടെയും വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാനമായും ഈ റിപ്പോർട്ടുകളുടെ സഹായത്തോടെ ഒരു കമ്പനിയുടെ കഴിഞ്ഞ 5-10 വർഷത്തെ പ്രകടനം മനസ്സിലാക്കിയാണ് നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഫിനാൻഷ്യൽ ഡേറ്റ കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഏർണിംഗ് പെർ ഷെയർ അഥവാ EPS, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, കറന്റ് റേഷ്യോ പോലുള്ള പല ടൂളുകളും അടിസ്ഥാന വിശകലനത്തിന് ഉപയോഗിക്കുന്നു. ഇവ ഉപയോഗിച്ച് കമ്പനികളുടെ ആന്തരിക മൂല്യം മനസ്സിലാക്കി നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നു. ഈ ടൂളുകൾ കേട്ട് അമ്പരക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവയെല്ലാം എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നുമുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ വരുന്നുണ്ടാകും. ഫോറക്സ് വ്യാപാരികൾ സെൻട്രൽ ബാങ്കുകൾ പുറത്തുവിടുന്ന കണക്കുകൾ വിലയിരുത്തി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നിജസ്ഥിതി മനസ്സിലാക്കി നിക്ഷേപിക്കാനാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇനി ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് വ്യാപാരികളെയും നിക്ഷേപകരെയും ശരിയായ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്നു. എന്ത് നിലപാടാണ് നിക്ഷേപിക്കാൻ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്നു. ഈ തീരുമാനങ്ങൾ ഒരു കമ്പനിയുടെ സാമ്പത്തിക ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത്. നിക്ഷേപത്തിനായി ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കുന്നവർ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിനു പകരം ഒരു അസറ്റിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതുവഴി നിക്ഷേപകർക്ക് വിപണിയുടെ ദീർഘകാല വീക്ഷണം കണ്ടെത്താൻ സാധിക്കും. ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ നിക്ഷേപകൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കമ്പനിയുടെ മൂല്യം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അസറ്റിൻ്റെ മൂല്യം കൂടുതലാണോ അതോ കുറവാണോ എന്ന് വിലയിരുത്തി അതിനെ നിലവിലെ മാർക്കറ്റ് വിലയുമായി താരതമ്യം ചെയ്യും. അഥവാ മൂല്യം കൂടുതലാണെങ്കിൽ വിപണിയുടെ അടുത്ത തകർച്ച വരെ കാത്തിരിക്കുകയും വിപണി ഇടിയുമ്പോൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇനി ഇവയുടെ ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അടിസ്ഥാന വിശകലനം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം ഇതിന് ഒന്നിലധികം വിശകലന മേഖലകൾ ആവശ്യമാണ്. അടിസ്ഥാന വിശകലനം വിപണിയുടെ ദീർഘകാല വീക്ഷണം എടുക്കുന്നതിനാൽ
കണ്ടെത്തലുകളുടെ ഫലങ്ങൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്ക് അനുയോജ്യമല്ല എന്നതാണ് മറ്റൊരു പോരായ്മ. ഇനി ഫണ്ടമെന്റൽ അനാലിസിസിൽ തന്നെ 2 ടോപ്പിക്കുകൾ കൂടി വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഫണ്ടമെന്റൽ അനാലിസിസും ക്വാളിറ്റേറ്റീവ് ഫണ്ടമെന്റൽ അനാലിസിസും ആണിവ. ഇവ എന്താണെന്നും എന്തിനുപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. കഴിഞ്ഞ 13 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ശരിയായ ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്തതിനാൽ വെറുതെ കളഞ്ഞ വർഷങ്ങൾ, വൈകിയാണെങ്കിലും ലഭിച്ച സാമ്പത്തിക വിഷയത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമുണ്ടായ തിരിച്ചറിവുകളെല്ലാം പ്രവാസ ലോകത്തു നിന്നും തിരിച്ച് നാട്ടിലെത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് പകർന്നു കൊടുക്കുക കൂടിയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ അറിവില്ലായ്മ മൂലം ആദ്യകാലങ്ങളിൽ ചെയ്ത അബദ്ധങ്ങൾ, അനുഭവങ്ങൾ, നേടിയെടുത്ത അറിവുകളെല്ലാം സൗജന്യമായി പകർന്നു നൽകുന്ന ചാനലാണിത്. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.